നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അതായത് മിനിസ്ട്രി ഓഫ് കൾച്ചറിന് കീഴിലുള്ള ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയത്തിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. കൂടെ കാണാം മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് കാണാം. അപ്പോൾ ഇതിലേക്ക് പെർമനൻറ്റ് വേക്കൻസിയാണ്. നമുക്ക് 50,000 മുകളിലുള്ള സാലറിയൊക്കെ ഉള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത്, അതോടൊപ്പം തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ വെബ്സൈറ്റ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുൾ ആണെങ്കിൽ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നമുക്ക് ഏതൊക്കെ നോക്കാം. ഇതിൽ 3 അഡ്വർടൈസ്മെൻറ്റ് ഒരൊറ്റ നോട്ടിഫിക്കേഷനായിട്ടാണ് വന്നിരിക്കുന്നത്. കാണാം അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 1/2025, 2/2025, 3/2025 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ നിങ്ങൾക്ക്. ഇതിൻ്റെ ഡേറ്റ് ഓഫ് ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 12 മുതലാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരി 13 ഇന്നലാണ് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ടായിരിക്കുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാർച്ച് 12 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യട്ടോ. നിങ്ങൾക്ക് ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ. സാധാരണ നമ്മൾ കേരളത്തിലുള്ളവർ ഇങ്ങനെയുള്ളതൊന്നും അധികം അപ്ലൈ ചെയ്യാറില്ല. പക്ഷേ ഇതൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്, പെർമനൻറ്റ് വാക്കൻസിയാണ്. കോമ്പറ്റീഷനൊക്കെ കുറേ UPSC SSC മാത്രം നിങ്ങൾ അല്ലെങ്കിൽ PSC ഒക്കെ മാത്രമായിട്ട് നോക്കണ്ട, ഫോക്കസ് ചെയ്യേണ്ട. ഇതിൽ ഒരുപാട് കാറ്റഗറി വേക്കൻസി ഉണ്ട്, എല്ലാം ഞാൻ പറയാം. അങ്ങനെ ഓരോന്നിൻ്റെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. 1 ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റാണ്. 2 നിങ്ങൾക്ക് ടെക്നീഷ്യൻ ഉണ്ട്. പിന്നെ 3 നിങ്ങൾക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട്. 4 ജൂനിയർ സ്റ്റെനോഗ്രാഫർ. ഇങ്ങനെ 4 കാറ്റഗറി പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോന്ന് പറയാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റിലേക്ക് ആകെ മൊത്തം 3 വേക്കൻസി മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് കൊൽക്കത്തയിലായിരിക്കും അതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. ഇലക്ട്രോണിക്സിൽ ഒരു വേക്കൻസി, അത് ജനറൽ വേക്കൻസിയാണ്. ജനറൽ വേക്കൻസി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് കാറ്റഗറി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. SC ST OBC അതന്നെ വേണമെന്ന് വിചാരിച്ച് നിൽക്കണ്ട, നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രിക്കലിലേക്ക് നിങ്ങൾക്ക് ഒരു വേക്കൻസി, അതും ജനറൽ വേക്കൻസിയാണ്. കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഒരു വേക്കൻസി ഉള്ളത് അത് EWS കാൻഡിഡേറ്റ്സിന് റിസർവ്ഡ് വേക്കൻസിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള പേ ലെവൽ എന്ന് പറയുന്നത് 22,200 മുതൽ 92,300 ആണ്. ഇതിൻ്റെ നമുക്ക് അപ്രോക്സിമേറ്റ് മന്ത്ലി കിട്ടുന്ന എമൗണ്ട് ഇവിടെ പറയുന്നത് കാണാം. 58,944 നമുക്ക് ടോട്ടലായിട്ട് നമുക്ക് കിട്ടുന്ന അപ്രോക്സിമേറ്റ് എമൗണ്ട് എന്ന് പറയുന്നത് സാലറി. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, അതുപോലെ ഡിഗ്രി കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ കാര്യം പറഞ്ഞാൽ ഡിപ്ലോമ 3 വർഷം ഡ്യൂറേഷനുള്ള ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലോ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിൽ നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞു, അതായത് ഇലക്ട്രോണിക്സിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ആണെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഡിപ്ലോമ കഴിഞ്ഞിരിക്കണം, ഇലക്ട്രിക്കലേക്കാണെങ്കിൽ ഇലക്ട്രിക്കൽ, അതായത് കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടർ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അതത് ഡിസിപ്ലിനിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ബാച്ചിലേഴ്സ് നിങ്ങൾക്കാണ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ BCA കഴിഞ്ഞവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഡിഗ്രി കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. 3 വേക്കൻസി ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ട് തന്നെ 3 വേക്കൻസി ഉള്ളൂ വിചാരിച്ച് കുറേ ആളുകൾ എന്തെങ്കിലും അതിലേക്ക് അപ്ലൈ ചെയ്യില്ല. അതൊക്കെ തന്നെയാണ് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ്. അങ്ങനെയുള്ളതിലേക്ക് മാക്സിമം അപ്ലൈ ചെയ്യുക, നിങ്ങൾ എക്സാമിന് പഠിക്കുക. ഇതിൻ്റെ ടെക്നീഷ്യൻ അടുത്ത് 8 വേക്കൻസി ടോട്ടൽ വിളിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്കിവിടെ കാണാം കൊൽക്കത്തയിലുള്ള വേക്കൻസിയാണ് ആദ്യം. അതിൽ ഫിറ്റിങ്ങിൽ ഒരു വേക്കൻസി OBCക്കാണ്. അങ്ങനെ റിസർവ്ഡ് വേക്കൻസി ഉള്ളത് റിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. മെഷീനിസ്റ്റിൽ ജനറൽ ഒരു വേക്കൻസിൻ്റെ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. കാർപ്പൻട്രിയിൽ ഒരു വേക്കൻസി EWS ആണ്. ദെൻ ഡ്രാഫ്റ്റ്മാൻഷിപ്പിൽ ഒരു വേക്കൻസി ജനറലാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ നോർത്ത് ബംഗാൾ സയൻസ് സെൻറ്ററിലേക്ക് കാണാം സിലിഗുരി, ഇതിൽ ഒരു വേക്കൻസി ഫിറ്റിങ്ങിലാണ്, ജനറലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുരുലയ്യ എന്ന് പറയുന്ന സ്ഥലപ്പേരാട്ടോ. അതിൻ്റെ ഡിസ്ട്രിക്ട് സയൻസ് സെൻറ്റർ ഒരു വേക്കൻസി SCക്കാണ് അത് വന്നിരിക്കുന്നത് ഫിറ്റിങ്ങിൽ. പിന്നെ സയൻസ് സെൻറ്റർ നിൽക്കണം ബുർദ്വാൻ എന്നൊക്കെ പറയും കേട്ടോ. ഇലക്ട്രോണിക്സിലൊരു വേക്കൻസിയും ഇലക്ട്രിക്കലിലൊരു വേക്കൻസി. ഇലക്ട്രോണിക്സിൽ ജനറലാണ്, ഇലക്ട്രിക്കലിൽ EWS കാൻഡിഡേറ്റ്സിനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വേക്കൻസി ടെക്നീഷ്യനിൽ. ഇതിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പേ ലെവൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൊൽക്കത്തയിലാണെങ്കിൽ നിങ്ങൾക്ക് 38,453 അപ്രോക്സിമേറ്റ് മന്ത്ലി കിട്ടുക. ഇനി നിങ്ങൾ ഈ പറയുന്ന DSC ആണെങ്കിൽ നിങ്ങൾക്ക് 33,814, അതായത് ഈ പറയുന്ന പുരുലിയ അവിടെ ആണെങ്കിൽ കേട്ടോ. ഇനി സിലിഗുരി ആണെങ്കിൽ പുരുലി ആണെങ്കിൽ നിങ്ങൾക്കൂടെ ഓക്കെ, ഇതിൽ ഞാൻ പറഞ്ഞത് മാറിപ്പോയോ? ഓക്കെ, അത് നോക്കണ്ട. ടോട്ടൽ പെർ മന്ത് ഫോർ. ഓക്കെ, കൊൽക്കത്തയിലാണെങ്കിൽ ഈ എമൗണ്ട്, പിന്നെ ഈ പുരുലിയാണെങ്കിൽ ഈ എമൗണ്ടാണ് കിട്ടുക. അതുപോലെ സിലിഗുരി ആണെങ്കിൽ 35,804, പിന്നെ ബുർദാനാണെങ്കിൽ 33,814. ഇതാണ് കിട്ടുന്ന നമുക്കൊരു ഇനീഷ്യലായിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് കേട്ടോ. സ്കെയിൽ ഇതാണ് ഉള്ളത്. ഓക്കെ, പിന്നെ അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSLC പാസ്സായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്. ഓക്കെ, SSLC മാത്രം പോരാ, പ്ലസ് ITI വേണം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ITI വേണം. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളുണ്ടല്ലോ, ഇവിടെ പറഞ്ഞിരിക്കുന്ന
ഇതുമായി ബന്ധപ്പെട്ടുള്ള ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള തുല്യമായിട്ടുള്ള ട്രേഡുകളിൽ നിങ്ങൾക്ക് IT ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ SSLC പ്ലസ് അതായത് 10th ക്ലാസ് പാസ്സായിരിക്കുക പ്ലസ് നിങ്ങൾക്ക് എന്താണ് ITI ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ITI ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. 2 വർഷത്തെ ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഇനി 1 വർഷം ഡ്യൂറേഷനുള്ള ITI കഴിഞ്ഞവരാണെങ്കിൽ അതത് ട്രേഡിൽ ITI കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും അപ്ലൈ ചെയ്യാം, പക്ഷേ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ആ കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 വർഷം ഡ്യൂറേഷനുള്ള ITI ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് വേണം. ഇനി 1 ഇയർ ഡ്യൂറേഷനുള്ള ITI ആണ് നിങ്ങൾ കഴിഞ്ഞതെങ്കിൽ നിങ്ങൾക്ക് 2 ഇയർ എക്സ്പീരിയൻസ് വേണം. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഈ പറയുന്ന ടെക്നീഷ്യനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ SSLC അല്ലെങ്കിൽ 10th. ഓക്കെ, പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണം, ITI വേണം. ITI നിങ്ങൾക്ക് 2 വർഷം ഡ്യൂറേഷൻ ഉള്ളതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. 1 വർഷം ഡ്യൂറേഷനുള്ളത് പഠിച്ചവർക്കും അപ്ലൈ ചെയ്യാം. പക്ഷേ 2 വർഷം ഡ്യൂറേഷൻ ഉള്ളവർക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് മതി. ഇനി 1 വർഷം ഡ്യൂറേഷൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞവരാണെങ്കിലും അതൊരു എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് പരിഗണിക്കുക, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അത് വെച്ചിട്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പോസ്റ്റിൽ 2 വേക്കൻസി ഉണ്ട്. അത് രണ്ടും ജനറലാണ്. അതിൽ 2 എണ്ണം വന്നിരിക്കുന്നത് ഈ പറയുന്ന നമുക്ക് കൽക്കത്തയിലും 1 പോസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന പാർട്ടിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ 3 വേക്കൻസി അതിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൽ നമുക്ക് ഈ പറയുന്ന കൊൽക്കത്ത ആകുമ്പോൾ 38,483 ഇനീഷ്യൽ പേയ്മെൻറ്റ് നമുക്ക് കിട്ടുക. പാറ്റ്ന ആകുമ്പോൾ 36,490. ചെറിയ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതിൽ കിട്ടുന്ന സെറ്റിയും തീർക്കാൻ അനുസരിച്ച്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ജസ്റ്റ് +2 പാസ്സായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ ക്വാളിഫിക്കേഷൻ വേണ്ട. ഓഫീസ് അസിസ്റ്റൻറ്റിലേക്ക് ജസ്റ്റ് +2 പാസ്സായിരിക്കുക. യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. 10 മിനിറ്റ് കൊണ്ട് നമ്മൾ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ഒരു ലെവലിൽ നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിലാണെങ്കിൽ 30 വേർഡ് പെർ മിനിറ്റ് എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ആ ലെവലിൽ സ്പീഡിൽ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി കേട്ടോ. ഓക്കെ, ഹിന്ദിയിൽ വേണമെന്നില്ല. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ ജസ്റ്റ് എന്താണ് 35 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള ലെവലിൽ നമുക്കൊരു ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടായിരിക്കണം. അത് നമുക്ക് ഇതിൻ്റെ സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള കാര്യമുള്ളൂ. അതിൻ്റെ കീ ഡിപ്രഷൻ അവരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ജസ്റ്റ് +2 പാസ്സായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. ജനറൽ വേക്കൻസി ആണെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാമെന്നും മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ സാലറി നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ ജൂനിയർ സ്റ്റെനോഗ്രാഫറാണ് അടുത്തത്. ഇതിലൊരു പോസ്റ്റാണ്, ജനറലാണ്, ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് 52,173 ഇതിൻ്റെ ഒരു ഇനിഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ജസ്റ്റ് +2 കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ നിങ്ങൾക്ക് സ്റ്റെനോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ട ടെസ്റ്റ് ഉണ്ടായിരിക്കും, ഷോർട്ട് ഹാൻഡ് ടെസ്റ്റൊക്കെ ഉണ്ടായിരിക്കും, 80 വേർഡ് പെർ മിനിറ്റ് എന്നുള്ള സ്പീഡിലൊക്കെ. അപ്പോൾ സ്റ്റെനോഗ്രഫി പഠിച്ചവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഇതിൻ്റെ സെലക്ഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ടെസ്റ്റ് ഉണ്ടാവും, നിങ്ങൾക്കത് ക്വാളിഫൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റൻറ്റ് നിങ്ങൾ ബേസിക്കായിട്ട് കുറച്ച് ടൈപ്പിംഗ് ഒക്കെ കുറച്ച് സ്പീഡുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, അത് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. മറ്റേ സ്റ്റെനോഗ്രഫി തന്നെ പഠിക്കണം, എന്നാലേ അവർക്കതിൽ ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് ഈ പറയുന്ന സീരിയൽ നമ്പർ 1ഉം 2ഉം. സീരിയൽ നമ്പർ 1ഉം 2ലേക്ക് നമുക്ക് 35 വയസ്സാണ്. ഈ 12/3/2024 കണക്കാക്കിയാണ് കേട്ടോ. ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിലേക്ക് കണക്കാക്കിയിട്ടാണ്. അപ്പോൾ സീരിയൽ നമ്പർ 1 ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ പോസ്റ്റ് നിങ്ങൾക്കിവിടെ കാണാൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഇതിലേക്ക് 35 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് സീരിയൽ നമ്പർ 2 എന്ന് പറയുന്നത് ടെക്നീഷ്യനാണ്. ഇതിലേക്ക് 35 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഈ 8 വേക്കൻസിയിലേക്കും. പിന്നെ വരുന്ന പോസ്റ്റുകളുണ്ട് 2 എണ്ണം. അതായത് സീരിയൽ നമ്പർ 3ഉം 4ഉം. സീരിയൽ നമ്പർ 3ഉം 4ലേക്കും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 വയസ്സാണ് കേട്ടോ. അതായത് ഈ പറയുന്ന ഓഫീസ് അസിസ്റ്റൻറ്റിലേക്ക് 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം മാക്സിമം. അതുപോലെ ജൂനിയർ സ്റ്റെനോഗ്രാഫറിലേക്ക് 25 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൽ ഏജുള്ള ഈ പറയുന്ന എന്താണ് നമുക്ക് ജനറൽ വേക്കൻസി ആയതുകൊണ്ട് അതിൽ നമുക്ക് ഏജ് റിലാക്സേഷൻ കിട്ടില്ല. നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിൽ ഏജ് റിലാക്സേഷൻ ഉണ്ടാവും കേട്ടോ. SC ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും, OBC ആണെങ്കിൽ 3 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ റിസർവ്ഡ് വേക്കൻസി ഉണ്ടെങ്കിൽ അനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാവും. ഇനി ഇതിലേക്ക് അപേക്ഷാ ഫീസ് വരുന്നത് 855 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് കേട്ടോ. GST അടക്കം 855 രൂപയാണ്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ATM കാർഡോ നിങ്ങളുടെ UP ഒക്കെ ഉപയോഗിച്ച് ഫീ അടയ്ക്കാം. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിൽ യാതൊരു ഫീസും വേണ്ട. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഏത് കാറ്റഗറി ആണെങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീ വേണ്ട, SC STക്ക് ഫീ വേണ്ട, PWD കാൻഡിഡേറ്റ്സിന് ഫീ വേണ്ട, എക്സ് സർവീസ്മെനും ഫീ വേണ്ട, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, സെൽഫ് അറ്റസ്റ്റ് ചെയ്യണം. നിങ്ങൾ നോക്കണം,
വെറുതെ അപ്ലോഡ് ചെയ്താൽ പോരാ, സെൽഫ് അറ്റസ്റ്റ് ചെയ്ത കോപ്പീസാണ്. നമ്മുടെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ്റെയും നമ്മളെ കാറ്റഗറി സർട്ടിഫിക്കറ്റോ ഇനി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അങ്ങനെ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് നമ്മൾ സ്കാൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം ഫയൽ സൈസ് 200 KB വരെ പോകാൻ പറ്റും. ഇനി അത് വിട്ടു പോകേണ്ട സെൽഫ് അറ്റസ്റ്റ് ചെയ്യാൻ. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള പാസ്വേഡ് ഫോട്ടോഗ്രാഫും നമ്മൾ സിഗ്നേച്ചറും ഇതിൽ അപ്ലോഡ് ചെയ്യണം. 100 KB വരെ ഫയൽ സൈസ് നമുക്ക് മാക്സിമം പറ്റുന്നത് 100 KB വരെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു 12 മാർച്ച് 12 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ എക്സാം കാര്യങ്ങളൊക്കെ അതിൻ്റെ കോൾ ലെറ്ററൊക്കെ നമുക്ക് അഡ്മിറ്റ് കാർഡൊക്കെ നമ്മൾ ഓൺലൈനായിട്ട് കൊടുത്ത മെയിൽ വഴി നമ്മളെ അറിയിക്കും കേട്ടോ. അവർ മെയിൽ വഴിയാണ് നമ്മളെ അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മളിതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്ലൈ ചെയ്യാൻ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാണാം BITM റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് കാണാം. എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമ്മൾ റെക്കോർഡ് എഡിറ്റിംഗ് ചെയ്യുന്നില്ല കേട്ടോ, ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതാണ്. ജസ്റ്റ് നമ്മൾ സ്ക്രീൻ റെക്കോർഡാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കുട്ടികളൊക്കെ ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ട്, ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ BITM റിക്രൂട്ട്മെൻറ്റ് ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഇതിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇവിടെ എന്താ ഡീറ്റെയിൽസ്, നോട്ടിഫിക്കേഷൻ റിലീസ്ഡ്. ഓക്കെ, മാർച്ച് 12. ഇനി ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഇവിടെ കാണാം. ഈ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ ഇവിടെ നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ നമ്മൾ കാണുന്ന സ്ക്രീനിൽ കണ്ട നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കാണ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഉണ്ടാകുക. ഇനി കോൺടാക്റ്റ് അവർ ഓൺലൈൻ അപ്ലിക്കേഷൻ ടീം കാണാം. ഇവിടെ നമ്മുടെ വാട്സപ്പ് ലിങ്കാണ്. ഇതിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് എന്ത് ചെയ്യുകയാണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. ജസ്റ്റ് അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഈ ഒരു പേജിലേക്ക് ആയിക്കോട്ടെ നമ്മൾ വരിക. നിങ്ങൾക്ക് ഇവിടെ കാണാം ബിർള ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം എന്നാണ് ഇവിടെ കാണാം. റിക്രൂട്ട്മെൻറ്റ് പോർട്ടൽ കാണാം. ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ കാണാം. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇതാ ഓരോന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്. ഓക്കെ, അതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇലക്ട്രോണിക്സ്. ഇതിൽ ഏതിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ നേരെയുള്ള ലിങ്ക് ഉപയോഗിക്കണം. ടെക്നീഷ്യൻ, അതിൽ ഏതിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുക അതിൻ്റെ നേരെയുള്ള ലിങ്ക് ഉപയോഗിക്കണം. ഇനി നമ്മൾ ഏത് പോസ്റ്റിലേക്കാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ആ പോസ്റ്റിൻ്റെ നേരെയുള്ള ലിങ്ക് ഉപയോഗിക്കണം. ഓഫീസ് അസിസ്റ്റൻറ്റ് അതിൻ്റെ നേരെ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള നേരെയുള്ള ലിങ്ക് ഉണ്ട്. ഇപ്പം ഞാനിവിടെ അതിലേക്ക് ഓഫീസ് അസിസ്റ്റൻ്റ് എടുത്ത് കാണിക്കാം. ഫോർ എക്സാമ്പിൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് കൊടുക്കുന്നു. ഈ അപ്ലൈ ഓൺലൈൻ എന്നുള്ളത് കൊടുക്കുമ്പോൾ നമുക്കിതാ ഈ ഒരു പേജാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 1/2025 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ നിങ്ങൾക്ക് താഴോട്ട് നോക്കിയാൽ നിങ്ങളുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക. പിന്നെ മെയിൽ ഓർ ഫീമെയിൽ ഏതാச்சுം നിങ്ങൾ അടിച്ചു കൊടുക്കുക. നമ്മൾ റീസെൻറ്റ് പാസ്പോർട്ട് ഫോട്ടോഗ്രാഫ് ഇവിടെ നമ്മൾ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വാട്സപ്പ് നമ്പറാണ്, ഇതിൽ കോൺടാക്ട് ചെയ്താൽ അത് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെ നിങ്ങളുടെ അഡ്രസ്സ്, ഫാദറിൻ്റെ പേര്, മദറിൻ്റെ പേര്, ഇതൊക്കെ ബേസിക്കായിട്ടുള്ള എസ്സറിനോ ക്വസ്റ്റ്യൻസും കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. അതൊക്കെ ജസ്റ്റ് നമ്മളെ ഫില്ല് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ SSLC ബുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ അത് നമ്മൾ എല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, നിങ്ങൾ EWS അല്ലെങ്കിൽ മറ്റ് കാറ്റഗറി ഏതാ വെച്ചാൽ അതിനനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഇനി നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡറി എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. പിന്നെ ഇവിടെ ഹയർ സെക്കൻഡറി എക്സാം നമ്മുടെ +2ൻ്റെതാണ് അവിടെ വരിക. പിന്നെ ഇവിടെ വരുന്നത് നമുക്ക് എന്താണ്, ടൈപ്പ് റൈറ്റിംഗ് സ്പീഡ് സർട്ടിഫിക്കറ്റ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് മാൻഡറ്ററി ആണ് കേട്ടോ അതിലേക്ക്. ഓക്കെ, നമുക്ക് ഈ റൈറ്റിംഗ് ചെയ്യാനുള്ള ടൈപ്പ് റൈറ്റിംഗ്, അതായത് ടൈപ്പ് റൈറ്റിങ്ങിലുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് വേണം. അതെന്തെങ്കിലും ചെറിയ എന്തെങ്കിലും കോഴ്സൊക്കെ ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. +2 മാത്രം വെച്ചിട്ട് ഇതിലേക്ക് പറ്റില്ല. ഞാൻ ഇതന്നെയല്ലേ പോസ്റ്റ് മാറിപ്പോയിട്ടൊന്നുമില്ലല്ലോ. ഓഫീസ് അസിസ്റ്റൻ്റ് അല്ലേ എടുത്ത്, ഓഫീസ് അസിസ്റ്റൻ്റ് തന്നെയാണ് എടുത്തത്. അപ്പോൾ ഓഫീസ് അസിസ്റ്റൻറ്റിലും അത് മാൻഡറ്ററി ആണ് കേട്ടോ. നമ്മൾ അപ്ലോഡ് ചെയ്യൽ ടൈപ്പ് റൈറ്റിങ്ങിൽ നമുക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്തതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യുക, ഇല്ലെങ്കിൽ നിർബന്ധമില്ല. അത് നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഈ സ്റ്റാർ കണ്ടില്ല, ഇവിടെ സ്റ്റാർ കണ്ടതൊക്കെ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ കൊടുക്കുക, പ്രിവ്യൂ കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് ഫോം ഫിൽ ചെയ്യുന്ന വീഡിയോ ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്തുതരാം. ജസ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യണമെങ്കിൽ കൂടുതൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എല്ലാം നിങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളത് ചെയ്യണമെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ. അപ്പോൾ ഇത്രയാണ്. എനിക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.